ഹായ് ഓൾ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ മഴ പുറത്തിങ്ങനെ തകൃതിയായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളതങ്ങ് ക്ഷമിച്ചേരെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് നമുക്ക് നിവാങ്കുഞ്ഞിനെ രാവിലെ അംഗൻവാടി വിടണം. നിവാങ്കുഞ്ഞിങ്ങ് ഇപ്പോൾ അംഗൻവാടി പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ അവനുള്ള പാലങ്ങ് മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ എനിക്കൊരു കപ്പ് ചായ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം. നമ്മൾ താമസിക്കുന്ന വീടിന് കുറച്ച് ദൂരെയാണ് കേട്ടോ അംഗൻവാടി. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ 7:30 ആകുമ്പോഴത്തേക്കാണ് ഞാൻ നിവാങ്കുഞ്ഞിനെ വിളിച്ചെഴുന്നേൽപ്പിക്കാറുള്ളത്. പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് അവനൊന്ന് ഫ്രഷായിട്ട് കാപ്പുകൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 9:30 ആകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാനായിട്ട് നമുക്ക് രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഉപ്പുമാവിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബീൻസും ഒരു ചെറിയ ക്യാരറ്റും ഒരു ചെറിയ സവോളയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഒന്ന് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഇട്ട് നമ്മൾ ഉപ്പുമാവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും സവോളയും ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ ഇട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് വറുത്ത റവ ഇടരുത്, വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വറുത്ത റവ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ പുതിയ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഈ പൊടികളൊക്കെ ഇങ്ങനെ ഒരു ചെറിയ ബക്കറ്റിലേക്ക് ഇട്ട് വെച്ചേക്കുവാണ്. അതൊക്കെ ടിന്നിലേക്ക് ഒന്ന് മാറ്റണം. എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പം എല്ലാം അറേഞ്ച് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചായ കൂടി ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ, ഒരു സൈഡിൽ കൂടെ. ആ ഒരു ചായ രാവിലെ കുടിച്ചില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. അപ്പം നിവാങ്കുഞ്ഞ് എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. പാത്രങ്ങളൊക്കെ രാത്രിയിൽ തന്നെ തേച്ച് വെക്കുന്ന കാരണം പിന്നെ പാത്രങ്ങൾ തേക്കേണ്ട കാര്യമില്ല കേട്ടോ രാവിലെ എഴുന്നേറ്റിട്ട്. പിന്നെ നിവാങ്കുഞ്ഞിനെ അംഗൻവാടി വിട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ക്ലീനിങ് ഒക്കെ തുടങ്ങുന്നത്. അപ്പോൾ നല്ല ചൂട് ഉപ്പുമാവും ചെറുപഴമാണ് കേട്ടോ ഇന്ന് കാപ്പിക്ക്. അപ്പോൾ ഉപ്പുമാവും കഴിച്ച് ചെറുപഴമൊക്കെ കൂട്ടി ഉപ്പുമാവ് കഴിച്ചിട്ട് ഞങ്ങൾ അംഗൻവാടി പോയിട്ട് വരാം കേട്ടോ. നമ്മുടെ വീടിൻ്റെ പുറകുവശത്ത് തന്നെയായിട്ട് അടുക്കളയോട് ചേർന്ന് അടുക്കളയുടെ പുറകുവശത്തായിട്ട്, അതായത് വീടിൻ്റെ പുറകുവശത്ത് ഒരു ചെറിയ തോടുണ്ട് കേട്ടോ. ചെറുതെന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം വീതിയുണ്ട്. പിന്നെ നല്ല ഒഴുക്കുണ്ട് കേട്ടോ. എപ്പോഴും ഇങ്ങനെ വെള്ളം ഒഴുകുന്ന സൗണ്ട് ഉണ്ട് കേട്ടോ. പിന്നെ നല്ല മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്കും കലക്കവെള്ളം ഇങ്ങനെ കുത്തി ഒഴുകി വരും കേട്ടോ. പിന്നെ നമ്മുടെ അതായത് സ്റ്റെപ്പിൻ്റെ അങ്ങോട്ടൊക്കെ നമ്മുടെ വീടിൻ്റെ തൊട്ട് പുറകിലായിട്ടൊരു കടവുണ്ട്. അപ്പം സ്റ്റെപ്പ് നിറഞ്ഞ് വെള്ളം കയറാറുമുണ്ട് കേട്ടോ. അങ്ങനെ നിവാങ്കുഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. നിവാങ്കുഞ്ഞ് എഴുന്നേറ്റ് മേലൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് സുന്ദരനായിട്ട് കാപ്പിയൊക്കെ കുടിച്ചിട്ട് അംഗൻവാടി പോകാൻ പോവാണ് കേട്ടോ. ചെല്ലുന്ന ആ സമയത്ത് കുറച്ച് നേരം നല്ല കരച്ചിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾ ഓക്കെ ആകും, നല്ല കുട്ടിയായിട്ടൊക്കെ ഇരിക്കുന്ന കേട്ടോ ടീച്ചർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങുവാണ്. ഞാൻ ആ നൈറ്റി ഒന്ന് മാറിയിട്ട് ഒരു ടോപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. നിവാങ്കുഞ്ഞ് ആദ്യം ഇറങ്ങും. അങ്ങനെ ഞങ്ങൾ വീടൊക്കെ കൂട്ടി അംഗൻവാടി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. അങ്ങനെ ഇതാണ് കേട്ടോ നിവാങ്കുഞ്ഞിൻ്റെ അംഗൻവാടി. അപ്പോൾ ലഞ്ചും വെള്ളവും ഒന്നും കൊടുത്തു വിടേണ്ട കാര്യമില്ല. ആദ്യത്തെ ദിവസം ഞാൻ ലഞ്ചും ഇടയ്ക്ക് കഴിക്കാനായിട്ട് സ്നാക്സും വെള്ളമൊക്കെ കൊടുത്തു വിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഒന്നും കൊടുത്തു വിടണ്ട, ഒരു ടർക്കിയും ഒരു എക്സ്ട്രാ ഒരു ഡ്രസ്സും പിന്നെ ഉപ്പുമാവ് അവൻ കഴിക്കുന്നതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരാനായിട്ടൊരു ലഞ്ച് ബോക്സും മാത്രം വെച്ചാൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നിവാങ്കുഞ്ഞിനെ അംഗൻവാടിയിലാക്കിയിട്ട് ഞാൻ തിരിച്ചു വരുവാണ്. നിവാങ്കുഞ്ഞിനെ അംഗൻവാടിയിൽ വിട്ട് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ തുടങ്ങുന്നത്, അടിച്ചുവാരലും എല്ലാം തുടങ്ങുന്നത്. പിന്നെ തുണി അലക്കാനൊക്കെ കുറച്ചൊക്കെ ഉണ്ട്. അപ്പം ചെറിയൊരു വെയിലുണ്ടായിരുന്നു കേട്ടോ വന്നപ്പോൾ. പെട്ടെന്ന് തന്നെ വെയിൽ മാറി മഴയും വന്നു കേട്ടോ. തോട്ടിൽ കൂടെ വെള്ളം ഒഴുകുന്ന കാണാൻ പറ്റുന്നുണ്ടോ? പിന്നെ ഞാൻ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി തുടയ്ക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. അതിന് മുമ്പായിട്ട് കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു. മെഷീനിൽ ഇടാനുള്ള തുണികളാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് വാരി മെഷീനിലേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം ഞാനൊന്ന് സോപ്പ് പൊടി മുക്കി വെക്കും. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അലക്കാറുള്ളൂ. അപ്പോൾ അതൊന്ന് മെഷീനിലേക്ക് ആക്കി വെക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. 2-3 ബെഡ്ഷീറ്റൊക്കെ കഴുകാനുണ്ട് കേട്ടോ. അപ്പം അതൊന്ന് മെഷീനിലേക്ക് ഇട്ടിട്ട് അടിച്ചു വാരി വൃത്തിയാക്കി തുടയ്ക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. തുണിയെല്ലാം കൊണ്ട് മെഷീനിൽ ഇട്ടിട്ട് വന്നിട്ട് പിന്നെ സ്റ്റെപ്പ് മുതലങ്ങ് അടിച്ചു വരാൻ തുടങ്ങി കേട്ടോ. ഇവിടെ നമ്മൾ ചെരുപ്പിട്ട് ഇറങ്ങുന്നത് കാരണം എപ്പോഴും പൊടി കാണും കേട്ടോ. എൻ്റെ മെഷീൻ ഇടുന്നത് ഈ സ്റ്റെയറിൻ്റെ താഴെയാണ്. മെഷീനിലൊക്കെ തയ്ച്ചിട്ട് കുറേ നാളുകളായി കേട്ടോ. ഇനി ഒന്ന് തയ്ച്ച് തുടങ്ങണം. അപ്പോൾ ഇവിടെ എപ്പോഴും പൊടി കാണും. അത് ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞിട്ട് മൊത്തത്തിലൊന്ന് അടിച്ചു വാരിയിട്ട് തുടയ്ക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്.
ഇവിടെ നമുക്ക് പിന്നെ എപ്പോഴും വെള്ളമുണ്ട് കേട്ടോ. കുഴൽ കിണറായത് കാരണം ടാപ്പ് തുറന്നാൽ എപ്പോഴും വെള്ളമുണ്ട്. അങ്ങനെ അടിച്ചു വാരി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തുടയ്ക്കാൻ തുടങ്ങി കേട്ടോ. മൊത്തത്തിലൊന്ന് തുടയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ വീട് തോടിനോട് ചേർന്നായത് കാരണം ജനലിലും നമ്മളുടെ ഈ മേശയിലും കട്ടിലേലും ഒക്കെ പെട്ടെന്ന് പൂപ്പലാകുന്നുണ്ട് കേട്ടോ. മഴക്കാലം കൂടി ആയത് കാരണം ഒരുപാട് ഇങ്ങനെ പെട്ടെന്ന് പൂപ്പൽ പിടിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി എടുക്കണം. പിന്നെ നമ്മൾ മെഷീനിൽ കുറച്ച് തുണികളൊക്കെ കഴുകാൻ വേണ്ടി ഇട്ടിട്ടുണ്ടല്ലോ, അതെല്ലാം നമ്മൾ ഈ ക്ലീനിങ് എല്ലാം കഴിയുമ്പോഴത്തേക്കും അതെല്ലാം റെഡിയായി കിട്ടും കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെയിൽ തെളിയുന്നുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ ഉണങ്ങാനുള്ള തുണികളൊക്കെ ഒന്ന് വെളിയിലേക്ക് എടുത്തിരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചോറും കറിയൊക്കെ രാവിലെ തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ തുണിയെല്ലാം ഒന്ന് ഊരിപ്പിഴിഞ്ഞും ഉണക്കിയും ഒക്കെ എടുത്ത് വെയിൽ തെളിയുമ്പം പുറത്തേക്കൊക്കെ ഇട്ട് ഉണങ്ങിയൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നീവാങ്കുഞ്ഞിനെ വിളിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നീവാങ്കുഞ്ഞ് വരുമ്പോഴത്തേക്കും വൈകിട്ട് ചായക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ ചിലപ്പം ഞാൻ ഉണ്ടാക്കി വെക്കാറുണ്ട്. ചിലപ്പം നമ്മളുടെ വീടിൻ്റെ തൊട്ടപ്പുറം റോഡിലേക്ക് അങ്ങ് ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ ഒരു ചെറിയ ചായക്കടയുണ്ട് കേട്ടോ. അവിടെ ചെറുകടിയൊക്കെ കിട്ടും. പഴംപൊരി, ബോണ്ട, സുഖിയൻ അങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ ചില ദിവസം അത് വാങ്ങിക്കും. ഇന്നിപ്പം ഞാൻ കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കുന്നത്. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു, തുണിയൊക്കെ കുറച്ചൊക്കെ ഉണങ്ങിയെടുത്തു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു മേക്കപ്പ് ചെയ്യും. അപ്പം ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയൊരു ലിപ് ലൈനറാണ് കേട്ടോ. നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെയാണ്. നല്ല കളറും ഉണ്ട്, നല്ല അത്യാവശ്യം ലോങ് ലാസ്റ്റിങ്ങും ആണ് കേട്ടോ ഈ ലിപ് ലൈനറെ. അപ്പം ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ, പിൻ ചെയ്ത് വെച്ചേക്കാവേ. അപ്പം നമ്മുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് നിവാങ്കുഞ്ഞിനെ വിളിക്കാൻ പോകണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു കുറച്ച് നടക്കാനുണ്ടെന്ന്. അപ്പം ഞാനൊരു 3 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇറങ്ങും കേട്ടോ ഇവിടുന്ന്. പിന്നെ 3:30 ആകാൻ നോക്കി നിൽക്കാറില്ല, മഴയൊക്കെ ആയത് കാരണം ഒരു 3 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇറങ്ങിപ്പോയി നിവാങ്കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വരും കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ അംഗൻവാടിയിലേക്കുള്ള വഴി. പോകുന്ന വഴിക്കൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ തോട് ഒഴുകി പോകുന്നത്. അപ്പം കുറച്ചങ്ങ് കയറി ഒരു കയറ്റം കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അംഗൻവാടിയാണ് കേട്ടോ. നിവാങ്കുഞ്ഞ് അങ്ങനെ അംഗൻവാടിയിൽ നിന്ന് എത്തി കേട്ടോ. അപ്പം ഞങ്ങൾ പോരുന്ന വഴിക്ക് ചെറുകടി ഒരു സുഖിയനും ഉള്ളിവട അങ്ങനെ എന്തോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെറുകടി. പിന്നെ നിവാങ്കുഞ്ഞ് അംഗൻവാടിയിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ടീച്ചർ മുടിയൊക്കെ ചീകി പൗഡറൊക്കെ ഇട്ട് ആണ് കേട്ടോ വിടുന്നത് അവിടുന്ന് തിരിച്ചു പോരാൻ നേരം. അപ്പം ആൾ വന്നിട്ട് ആളുടെ കസേര ആരാ ഈ മേശപ്പുറത്ത് കയറ്റിയിട്ടേക്കുന്നതെന്നാണ് കേട്ടോ ചോദിക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം കണ്ടാൽ ചോദിക്കും എന്നോട്, ഇതാരെ ഇവിടെ കൊണ്ടുപോയിട്ടേ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിവാങ്കുഞ്ഞ് പിന്നെ അച്ഛനെ വിളിക്കുവാണ് കേട്ടോ അംഗൻവാടിയിലെ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അച്ഛയായിട്ടുള്ള ഫോണിൻ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറേ നേരമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കും കേട്ടോ. അംഗൻവാടിയിലെ വിശേഷവും എൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അങ്ങോട്ടും പറയും, നിവാങ്കുഞ്ഞ് ഇങ്ങോട്ടും പറയും. കുറേ നേരം ഇരുന്ന് വർത്താനം പറയുമ്പോൾ അതൊരു സമയത്ത് ഞാൻ ചായയും പലഹാരമൊക്കെ എടുക്കും കേട്ടോ. ഇന്നിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയ ഉള്ളിവടയും സുഖിയനും ആണെന്ന് തോന്നുന്നു, അതുണ്ട്. അപ്പോൾ അത് കഴിക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. മേടിക്കണമെങ്കിൽ